അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിലേക്ക് നമ്മുടെ കോടന്നൂർ എന്ന് പറയുന്ന വാക്ക് ഇനി കോടന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം മുഴങ്ങി കേൾക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോ തീർച്ചയായിട്ടും എന്താ പറയാ, നമുക്ക് അതൊരു പ്രൗഡ് ഫീലിംഗ് ആണ്, അല്ലേ? കോടന്നൂർ എന്ന വാക്ക് ഇനി മുഴങ്ങി കേൾക്കണ്ടേ? അതെ, വേണം, തീർച്ചയായിട്ടും വേണം. അപ്പൊ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത, എന്നെ ഇത്രയും എത്തിച്ച നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും ഒരു കാലത്തും ഞാൻ മറക്കില്ല. അപ്പോ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ വീണ്ടും 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 വിനയാന്വിതനായിട്ട് നന്ദി പറയാണ്. സ്നേഹം, സ്നേഹം, നന്ദി, സ്നേഹം. അപ്പോ പിന്നെ മലയാളത്തില് ഇപ്പൊ നമ്മള് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്ന പോലെ സുപ്രഭാതമൊക്കെ ഒരു ചെറിയൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളിങ്ങനെ ഏറ്റെടുക്കുന്നു, എനിക്കറിയില്ലായിരുന്നു സത്യത്തിൽ ഇങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ നമുക്ക് എന്തായാലും രാത്രിയാണ് എങ്കിലും ഒരിക്കൽ കൂടെ സുപ്രഭാതം പറയാം ഒരുമിച്ച്. ഓക്കെ അല്ലേ? സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം, സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ്? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ്? കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ ബിഗ് ബോസ്? കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ ബിഗ് ബോസ്? കാണുന്നുണ്ടോ? താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾ ഒരിക്കൽ കൂടെ
ഹലോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു എന്താ പറയുക നാട്ടുകാരുടെ സ്നേഹവും കുടുംബക്കാരുടെ സ്നേഹവും ഒക്കെ കിട്ടുന്നത്. കഴിവിന്റെ പരമാവധി കോടന്നൂരിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കോടന്നൂരിന്റെ പേര് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ദിവസം പോലും കോടന്നൂരിന്റെ പേര് പറയാതെ ഞാൻ ആ വീട്ടിൽ നിന്നിട്ടില്ല. എവിടെയെങ്കിലും ഒക്കെ വെച്ച് ഞാൻ ആരോടെങ്കിലും ഒക്കെ കോടന്നൂർ 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 എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ തിരിച്ചുവരവില് നിങ്ങളുടെയൊക്കെ സ്നേഹം കിട്ടുമ്പോ ഞാൻ അങ്ങനെ പറഞ്ഞതൊക്കെ അർത്ഥവത്തായി എന്നറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാണുന്നുണ്ടോ? പാട്ട് പാടാൻ അറിയില്ല സത്യത്തില്. കണ്ണാൻ തുമ്പി പോരാമോ, കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, കണ്ണ അതുപോലെ എന്റെ തറയിൽ ഫാമിലിയോടുള്ള നന്ദിയും കടപ്പാടും എത്രമാത്രം പറഞ്ഞാലും തീരില്ല. ഈ ഒരു എനിക്ക് തന്ന സ്വീകരണത്തിന് ചുക്കാൻ പിടിച്ചത് തറയിൽക്കാരാണ്. എന്റെ ഫാമിലി ട്രീ ആണ്. അപ്പൊ എന്റെ ഫാമിലിയോടുള്ള നന്ദി ഞാൻ അറിയിക്കാണ്. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, കണ്ണാൻ തുമ്പി പോരില്ല, നിന്നോടിഷ്ടം കൂടില്ല. വോട്ട് ചെയ്ത എല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും ഒരിക്കലും അധികമാവില്ല.
എന്റെ ഓരോ നിലനിൽപ്പിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വോട്ട് ചെയ്തതാണ്. അപ്പൊ വോട്ട് ചെയ്ത എല്ലാവരോടും എന്റെ നന്ദിയും കടപ്പാടും എത്ര പറഞ്ഞാലും തീരില്ല. അപ്പൊ നന്ദി നന്ദി നന്ദി. തീർച്ചയായിട്ടും സ്നേഹം. കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ്? കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ ബിഗ് ബോസ്? കാണുന്നുണ്ടോ? അപ്പൊ ശരിക്കും ബിഗ് ബോസ് കേൾക്കും ചെയ്യും, കാണുകയും ചെയ്യും. ഒരവസ്ഥയായി. തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഇവിടേക്ക് വരാനായിട്ട്. തീർച്ചയായിട്ടും അവർ വരും. അപ്പോ ഒരിക്കൽ കൂടെ കോടന്നൂരിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കോടന്നൂരിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പിന്നെ എന്റെ ഫാമിലി, തറയിൽ ഫാമിലി, അപ്പൊ അവരും എന്റെ ഈ ഒരു യാത്രയിൽ എന്റെ കൂടെ നിന്നു. അപ്പൊ അവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. പിന്നെ ഗാങ്സ് പള്ളിമൂലയോടുള്ള നന്ദി അറിയിക്കുന്നു, ഇത്രയും വലിയൊരു മൊമെന്റൊക്കെ തന്നതിന്. പിന്നെ സർവോപരി എന്റെ നാട്ടുകാർ, നന്മ നിറഞ്ഞ കോടന്നൂർക്കാർ, അവരോടുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരില്ല. നമ്മുടെ നാടിന്റെ പേര്, കോടന്നൂരിന്റെ പേര് ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നവരും ഞാൻ കാര്യമായിട്ടാണ് കേട്ടോ പറയുന്നത്. ഇപ്പൊ ഞാൻ വിചാരിച്ചിട്ട് കോടന്നൂരിനെ ഇത്ര പോപ്പുലർ ആക്കാൻ പറ്റി. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോക ചരിത്രത്തിൽ ഏറ്റവും തിളക്കമാർന്ന ഒരു ഗ്രാമമായിട്ട് കോടന്നൂർ മാറും, ഉറപ്പാണ്. അങ്ങനെ തന്നെ ആവണമല്ലേ? അപ്പൊ തീർച്ചയായിട്ടും പറ്റും. അപ്പൊ നമുക്ക് ഒരുമിച്ച് അതിനുവേണ്ടി ശ്രമിക്കാം. ഓക്കെ? അപ്പൊ തീർച്ചയായിട്ടും ഞാൻ കാണിച്ചില്ല വിളിക്കുമ്പോഴേക്കും വരാൻ മനസ്സിന് നന്ദി പറയുന്നു. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ഇപ്പൊ നമ്മൾ ഒരാളെ വിളിക്കുമ്പോ ചില ആളുകളെ വിളിക്കുമ്പോൾ വരില്ല എന്നുള്ള മറുപടി ആയിരിക്കും കിട്ടുക. പക്ഷെ ഷിയാസിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ബ്രദറാണ്. ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടെ വിളിക്കാം, വരുന്ന ഉറപ്പായിരുന്നു. വന്നു. അപ്പൊ ഇത്രയും സ്നേഹവും ഒരു സന്തോഷവും പോസിറ്റിവിറ്റിയും ഒക്കെ കിട്ടി എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാലത്തും എന്റെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളാണ് എന്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും കണ്ട ആളുകളാണ്. എന്റെ നല്ല കാര്യങ്ങളും എന്റെ പൊട്ട കാര്യങ്ങളും കണ്ടു വളർന്ന കണ്ട ആളുകളാണ്. നിങ്ങൾക്ക് മുന്നിൽ ഒരു സ്ഫടിക കല്ല് പോലെയാണ് ഞാൻ. കാരണം എനിക്ക് ഒന്നും മറയ്ക്കാനോ ഒളിക്കാനോ ഒന്നുമില്ല.
അപ്പോ തീർച്ചയായിട്ടും ഇതേവരെ തന്ന കോടി ആളുകൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തു. അപ്പോ അവരോടുള്ള നന്ദി പറയാണ്ട് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാനായിട്ട് പറ്റില്ല. അപ്പോ എന്നെ സ്നേഹിച്ച, എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാ നാട്ടുകാരോടും, എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാ മലയാളികളോടും, എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാ ബന്ധുക്കളോടും, എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാ കുടുംബക്കാരോടും, തറയിൽ ഫാമിലിയോടും, കോടന്നൂക്കാരോടുള്ള ഒരു നന്ദിയും കടപ്പാടും ഒക്കെ എന്റെ ഹൃദയത്തിൽ എന്നുണ്ടാവും. ഇതുവരെ എനിക്ക് ഒരുപാട് സ്നേഹം കിട്ടി. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് തെറ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും തെറ്റുണ്ടായിരിക്കും, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ ഇതുവരെ കിട്ടിയ എല്ലാ കരുതലിനും ഞാൻ വീണ്ടും നന്ദി പറയാണ്. അപ്പൊ തുടർന്നും നിങ്ങളുടെ സ്നേഹവും കരുതലൊക്കെ എല്ലാ കാലത്തും വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താണ്. കണ്ണടച്ച് കിടക്കാൻ ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കാൻ ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കാൻ ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കാൻ ഞാൻ